ഇന്നത്തെ ടോപ്പിക്ക് ഹൈപ്പർ യൂറിസീമിയ, ആഹാരത്തിൽ എന്തൊക്കെ നിയന്ത്രണം പാലിക്കാം എന്നുള്ളത് നോക്കാം. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഹൈപ്പർ യൂറിസീമിയ. യൂറിക് ആസിഡ് ലെവൽ രക്തത്തിൽ കൂടുന്നതാണ് ഇത്. നമ്മളുടെ പ്യൂരിൻ കണ്ടൻറ്റുള്ള ഒരു ഓർഗാനിക് സംയുക്തങ്ങളടങ്ങിയ ഭക്ഷണങ്ങളെ നമ്മളുടെ ബോഡി മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടൻറ്റാണ് യൂറിക് ആസിഡ്. ഇത് എക്സസ് ആയിട്ട് യൂറിക് ആസിഡ് ബോഡിയിൽ ഉണ്ടായാൽ ഹൈപ്പർ യൂറിസീമിയ എന്ന കണ്ടീഷനിലേക്ക് എത്തും. യൂറിക് ആസിഡ് ലെവൽ ഉയരുന്നത് ഇത് വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകാം, മറ്റ് വൃക്ക തകരാറുകൾ ഉണ്ടാകാം, ഗൗട്ട് പോലെയുള്ള രോഗാവസ്ഥകളിലേക്ക് എത്താം. ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് സന്ധികളിലും മറ്റും അടിഞ്ഞുകൂടി കൈകാലുകൾക്കൊക്കെ വീക്കവും നീരും വേദനയും അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഗൗട്ട് എന്ന കണ്ടീഷൻ. ഇത് ആഹാരക്രമത്തിലൂടെ നല്ലവണ്ണം ഇത് മാനേജ് ചെയ്യാവുന്നതാണ്. ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പ്യൂരിൻ കണ്ടൻറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം പ്രോട്ടീൻ റിച്ച് ഡയറ്റാണ് വരുന്നത്. പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് റെഡ് മീറ്റുകൾ, ബീഫ്, മട്ടൺ, പോർക്ക് ഇതുപോലെയുള്ള റെഡ് മീറ്റുകളിൽ പ്യൂരിൻ്റെ അളവ് കൂടുതലാണ്. ഇത് യൂറിക് ആസിഡ് ലെവൽ ഉയർത്തുന്നതാണ്. 2, ഓർഗൻ മീറ്റുകൾ, ലിവർ, ബ്രെയിന്, ഹാർട്ട് ഇതുപോലെയുള്ള ഓർഗൻ മീറ്റുകൾ ഈ യൂറിക് ആസിഡ് ലെവൽ കൂട്ടുന്നതാണ്. ഷെൽ മത്സ്യങ്ങൾ, ഷെൽ ഫിഷസ്, കക്ക, ഞണ്ട്, കൊഞ്ച് ഇവയിലെല്ലാം പ്യൂരിൻ്റെ തോത് കൂടുതലാണ്. ഇത് യൂറിക് ആസിഡ് ലെവൽ കൂട്ടുന്നതാണ്. ഇനി മത്സ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് യൂറിക് ആസിഡ് കൂട്ടുന്നതെന്ന് നോക്കാം. മത്തി, ചാള, അതുപോലെ സാൽമൺ വെറൈറ്റീസ്, ചൂര ഇതെല്ലാം പ്യൂരിൻ്റെ അളവ് കൂടുതലുള്ളവയാണ്. ഇത് യൂറിക് ആസിഡ് ലെവൽ ഉയർത്തുന്നതാണ്. ഇനി പച്ചക്കറികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇലക്കറികൾ, ചീര പോലെയുള്ള ഇലക്കറികൾ, കൂണ്, കോളിഫ്ലവർ ഇതെല്ലാം പ്യൂരിൻ ലെവൽ ഉയർന്ന തോതിലുള്ളവയാണ്. ഈസ്റ്റ് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ യൂറിക് ആസിഡിനെ ഉയർത്തുന്നതാണ്. മധുരപലഹാരങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. മധുരപലഹാരങ്ങൾ, മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം ശരീരഭാരം ഉയർത്തുകയും സന്ധിവാദം അതല്ലെങ്കിൽ സന്ധിയിൽ വേദന, ഗൗട്ട്, യൂറിക് ആസിഡ് ലെവൽ കൂടുന്നത് ഒക്കെ ചാൻസസ് ഉണ്ട്. ഇനി പയറുവർഗ്ഗങ്ങൾ, കടല, പയറ്, പരിപ്പ് വർഗ്ഗങ്ങളുടെ ഉപയോഗം ഇതെല്ലാം മിതമായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. അതുപോലെ കശുവണ്ടി, ബദാം, കപ്പലണ്ടിയൊക്കെ കഴിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും കാലിന് വേദനയോ മുട്ടുവേദനയോ ഉപ്പൂറ്റിയിലെ വേദനയോ ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് കൂടുതൽ അളവിൽ ഇതിൻ്റെ കൺസംഷൻ ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ ഉയരാവുന്നതാണ്. ഇനി എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, എണ്ണപ്പലഹാരങ്ങൾ, അമിതമായിട്ട് കൂടുതൽ വറുത്തുപൊരിച്ച ആഹാരങ്ങൾ ഇതെല്ലാം കഴിവതും നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. ഇനി മദ്യപാനം വലിയൊരു ഘടകമാണ്. മദ്യപാനം യൂറിക് ആസിഡ് ലെവൽ ഉയർത്തും. ഇപ്പം മദ്യപാനം അതുപോലെ ബിയർ, വൈന്, വോഡ്ക ഇതുപോലെയുള്ള ആൽക്കഹോളിക് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം തീരെ ഒഴിവാക്കണം. കോള പാനീയങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അതുപോലെ അധികം മധുരമുള്ള ശീതളപാനീയങ്ങൾ ഇതെല്ലാം നിയന്ത്രിച്ച് നിർത്തണം. കേക്ക്, പേസ്ട്രി, ബേക്കറി ഫുഡ്സ്, കൂടുതൽ കൊഴുപ്പ് കൂടുതലുള്ള റെഡി ടു യൂസ് ഫുഡ്, ഫാസ്റ്റ് ഫുഡുകൾ, സ്ഥിരമായിട്ട് ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഇത് എണ്ണയുടെയും അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അതുപോലെ ഡാൽഡ പോലെയുള്ള ഫാറ്റുകൾ, ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ് കൂടുതൽ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആഹാരങ്ങളുടെ അളവ് നിയന്ത്രിച്ച് നിർത്തേണ്ടത് വലിയ ആവശ്യമാണ്. ഇനി ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ യൂറിക് ആസിഡ് ലെവൽ താഴുമെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഫസ്റ്റിലെ തന്നെ ഓർക്കേണ്ടത് വിറ്റമിൻ സി റിച്ച് ഫുഡ്സ്, നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴങ്ങൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ താഴ്ത്താൻ പറ്റും. ചെറുനാരങ്ങ, മുസമ്പി, ഓറഞ്ച് ദിവസവും ഒരു ചെറുനാരങ്ങ നമ്മൾക്ക് നാരങ്ങ വെള്ളമായിട്ട് കുടിക്കാവുന്നതാണ്. ദിവസം ഒരു 2 ഗ്ലാസ് വെച്ച് കുടിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ താഴും. ഇതിൽ ആഡ് ചെയ്യുന്നത് ഷുഗറിന് പകരം സോൾട്ട് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ചെറി പോലെയുള്ള ചെറിപ്പഴം ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് യൂറിക് ആസിഡ് താഴ്ത്താൻ നല്ലതാണ്. ഇനി ദിവസവും 10 തൊട്ട് 15 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുവാൻ സഹായിക്കും. ഇനി ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തേണ്ടത് വലിയ ആവശ്യമാണ്. ബോഡി വെയ്റ്റും സന്ധിയിലെ വേദനയും തമ്മിൽ വലിയ റിലേഷൻ ഉണ്ട്. അതുകൊണ്ടിട്ട് വെയ്റ്റ് മാനേജ്മെൻറ്റ് വേണ്ടിയിട്ട് നാരുകളുള്ള ഭക്ഷണം ഉൾപ്പെടുത്താം. കാർബോഹൈഡ്രേറ്റിന് നിയന്ത്രണം കൊണ്ടുവരാം. അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം ആഡ് ചെയ്തിട്ട് നമ്മുടെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 30 മിനിറ്റെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുന്നത് ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. കറക്റ്റായിട്ട് ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണക്രമം സ്വീകരിച്ച് നമുക്ക് യൂറിക് ആസിഡിനെ മാനേജ് ചെയ്യാം.